ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതി ഓരോന്ന് പറയുന്ന സമയത്ത് സ്വന്തം മകനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമം ഒരു പെറ്റമ്മയ്ക്ക് അറിയുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിയല്ലേ ആള് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ നിനക്കറിയുന്നതെന്ന്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും അതിന്റെ ലിങ്ക് കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. തുടർന്ന് രവി പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചവർക്ക് അതിന്റെ വേദന അറിയൂ എന്നുള്ള കാര്യം അവള് പൊതുവായിട്ട് പറഞ്ഞതാണ്. അതിനിപ്പോ എന്താണ്, നീ ഏടോകൂടമായിട്ട് ഓരോന്ന് ചോദിക്കരുത്. തുടർന്ന് സുധിയുടെ അടുത്ത് രവി ചോദിക്കുകയാണ്, സുധി നിനക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ സുധി മനസ്സിൽ വിചാരിക്കുന്നത് എന്താ, ശ്രീകാന്ത് കല്യാണം കഴിച്ചിരിക്കുന്നത് വലിയ വീട്ടിലൊരു പെണ്ണിനെയല്ലേ, അപ്പോ ഇവിടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ വില നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി സുധിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ എന്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് അമ്മ കാരണമാണല്ലോ, അപ്പൊ അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോഴേക്കും ഇവനൊന്നും മിണ്ടാതിരിക്കുകയാണല്ലോ. അപ്പൊ രവി ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഒന്നും പറയാത്ത എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. അങ്ങനെ സ്തുതി പറയുന്നുണ്ട് അമ്മയുടെ അവസ്ഥ കണ്ടാലും അച്ഛൻ പാവം തോന്നുന്നില്ലേ, അമ്മയും അച്ഛനും കൂടിയിട്ട് എന്ത് തീരുമാനം എടുത്താലും അതിന് ഞാൻ ഓക്കെയാണ്. തുടർന്ന് രേവതിക്ക് അരികിലേക്ക് രവി ചെന്നിട്ട് പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം നീ പണ്ടേ വ്യക്തമാക്കിയതാണ്. തുടർന്ന് സച്ചി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം അച്ഛന് നന്നായിട്ട് അറിയാം. അച്ഛൻ അറുത്ത് മുറിച്ച് പറഞ്ഞതല്ലേ അവൻ വരരുത് എന്നുള്ള കാര്യം, അത് തന്നെയാണ് അച്ഛൻ കറക്റ്റ്. ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് അച്ഛനെ കുഴപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. അച്ഛൻ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാൽ മതി, അവനൊക്കെ ചെയ്തത് തന്നെ ധാരാളമാണ്. ഇതാ സുധിയെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവൻ ചെയ്ത തെറ്റിന് ഇവന് വീട്ടിലേക്ക് തിരികെ കയറ്റിയത് തന്നെ വലിയ പ്രശ്നമായി. ഇവരൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അച്ഛൻ ഇവർക്കൊക്കെ മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ പള്ളിയിൽ അച്ഛനാണോ? അച്ഛൻ ഞങ്ങളുടെ അച്ഛനാണ്. അച്ഛന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തവൻ ഈ വീട്ടിൽ വേണ്ട അച്ഛാ. അച്ഛൻ അതേ സ്റ്റാൻഡ് തന്നെ നിക്ക്. അങ്ങനെ രവി ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി ഇരിക്കുകയാണ് കേട്ടോ. എന്താ അച്ഛാ അച്ഛൻ എന്താ ആലോചിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ലേ കറക്റ്റ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ലടാ ഇനിയും ദേഷ്യം കാണിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. വയസ്സാവും തോറും ഒരു കാര്യം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കൊരിക്കലും പ്രവചിക്കാൻ വേണ്ടി കഴിയില്ല. അത് നമ്മൾ പെറ്റു വളർത്തിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരുടെ ജീവിതം ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നോക്കണം. ശ്രീകാന്തും ഈ വീട്ടിലെ പയ്യൻ തന്നെയാണ്. അവന്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം അവൻ നേരത്തെ പറയുമായിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു. ശരി, നടന്നത് നടന്നു. എന്തായാലും ശ്രീകാന്തും ആ പെൺകുട്ടിയും ഇങ്ങോട്ട് വരട്ടെ. അപ്പോഴേക്ക് സച്ചി വയ്ക്കുന്നുണ്ട് കേട്ടോ എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന്. ഇത് കേട്ട എക്സൈറ്റ്മെന്റിൽ ചന്ദ്രമതി അതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയട്ടെ, ധൃതി പിടിക്കല്ലേ, നിക്ക്. എന്തായാലും ശ്രീകാന്ത് ചെയ്തത് ചെയ്തു. പക്ഷേ ആ മധുസൂദനും അവന്റെ ഭാര്യയും ചേർന്ന് എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് കേട്ടതല്ലേ, സ്വത്തിന് വേണ്ടിയിട്ടാണ് ശ്രീകാന്തിനെ അവളുടെ പുറകെ വിട്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചില്ലേ. അതുകൊണ്ടാണ് അച്ഛൻ ഞാനും പറഞ്ഞത് അങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വീട്ടിലെ പെണ്ണ് നമുക്കെന്തിനാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ അച്ഛൻ സംസാരിക്കല്ലേ, കുറച്ച് സമാധാനമായിട്ട് ഇരിക്കേ. തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ആ പെണ്ണിനെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാല് ആ മധുസൂദനം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാവും. അതുകൊണ്ട് ഞാനൊരു കണ്ടീഷൻ വെക്കാണ്. എന്ത് കണ്ടീഷൻ എന്ന് ചോദിക്കാണ് കേട്ടോ ചന്ദ്രമതി. എല്ലാം മുറ പോലെ തന്നെ നടക്കട്ടെ. ആ മധുസൂദനും അവന്റെ ഭാര്യയും കൂടി ചേർന്നിട്ട് അവരുടെ മകളെ ഇവിടെ കൊണ്ടുവന്ന് വിടണം. എന്റെ മകള് ഈ വീട്ടിലെ മരുമകളാണ് എന്നും അതുകൊണ്ട് അവളെ നിങ്ങളാണ് നോക്കേണ്ടത് എന്ന് അവര് മനസ്സുകൊണ്ട് പറഞ്ഞ് ഇവിടെ വിട്ടിട്ട് പോകണം. അങ്ങനെ പറഞ്ഞിട്ട് അവരിവിടെ കൊണ്ടുവിടുവാണെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കാം. ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രമതി ആകെ ഇങ്ങനെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. പക്ഷെ സച്ചിയാണെങ്കിൽ നന്നായിട്ട് ക്ലാപ്പ് ചെയ്യാണ് കേട്ടോ. അച്ഛ ഇപ്പൊ പറഞ്ഞതിൽ ഏറ്റവും പൊളിച്ച കാര്യം ഇതാണ്, ഇവിടെയാണ് അച്ഛൻ കറക്റ്റ് ഗോൾ അടിച്ചത്. അയാളുടെ അഹങ്കാരത്തിന് അയാൾ ഒരിക്കലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരില്ല. അതേ അഹങ്കാരം അയാളുടെ മോൾക്കും ഉണ്ട്. ആ പെണ്ണൊന്നും നമ്മുടെ വീട്ടിലേക്ക് സെറ്റ് ആവില്ല. സെറ്റേ ആവാതെ എന്നുള്ള കാര്യം പറയുമ്പോ രവി പറയുന്നുണ്ട് ഡാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അങ്ങനെയല്ല അച്ഛാ, ആ പെണ്ണ് നമുക്ക് വേണ്ട അച്ഛ എന്നുള്ള കാര്യം പറയുമ്പോ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ അച്ഛനൊരു തീരുമാനം എടുത്തില്ലേ പിന്നെ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ മിണ്ടാതിരിക്കടി എന്ന് പറയണ സച്ചി. എല്ലാം ആ ശ്രീകാന്ത് കാരണം സംഭവിച്ചതാണ്. അവൻ എന്റെ കൈയിൽ കിട്ടി അവന്റെ കൈയും കാലും ഞാൻ ഒടിക്കും. അപ്പോഴേക്കും രേവതി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തല്ല കൊല്ല എന്ന് പറയാതെ അച്ഛൻ പറഞ്ഞ പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലത് തന്നെ, സന്തോഷമാണ്. എന്തായാലും അമ്മേ അച്ഛൻ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ,
ഇനിയെങ്കിലും അമ്മ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോഴേക്കും ചന്ദ്രമതി, അല്ല രവിയേട്ട, അവരെ ഇവിടേക്ക് എങ്ങനെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അങ്ങനെ നടന്നാൽ മാത്രം അവൾ ഇങ്ങോട്ട് കയറി വന്നാൽ മതി. ഞാൻ ഒരു പടി താഴേക്ക് വന്നിട്ടുണ്ട്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് കട്ട് ചെയ്ത് പറയുന്നത് പോലെ പറയാണ് കേട്ടോ രവീന്ദ്രൻ. അത് കഴിഞ്ഞ് രവി ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എണീറ്റ് വാ എന്നുള്ള കാര്യം. അപ്പോൾ ചന്ദ്രമതി തിരിച്ചു പറയുന്നത്, എന്തായാലും എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, വലിയ സന്തോഷം എന്ന് പറയാണേ. എന്നിട്ട് ചന്ദ്രമതി രവിയുടെ പുറകെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ സംസാരത്തിന് എന്താ ഒരു മര്യാദ എന്നുള്ള കാര്യം പറയുമ്പോൾ, സംസാരത്തിനല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് മര്യാദ കിട്ടുക, പോയിട്ട് കുളിച്ചിട്ട് വരാൻ വേണ്ടി പറയാണ് രേവതി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രേവതി റൂമിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം വെള്ളം വേണോന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം വേണ്ട, അവിടെ വെച്ചേക്കെന്ന് പറയുന്നുണ്ട്. തുടർന്ന് സച്ചി പാവിരിച്ച് കിടക്കാൻ വേണ്ടി പോവാണേ. അപ്പോഴേക്കും കിടക്കുന്ന സമയത്ത് ഇങ്ങനെ മുതുകിലും പിടിച്ചിട്ട് അയ്യോ എന്ന് പറയുന്നുണ്ട്. എന്താ മുതുകിൽ എന്തെങ്കിലും കടിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ കടിച്ചു, എന്താ നീ വന്ന് ചൊറിഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നടുവൊക്കെ ആസകലം വേദനിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നെ നൈസായിട്ട് കൊണ്ടുപോയിട്ട് നീ പണി തന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നീ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, ഇത് വഴിപാടിന് വേണ്ടി ചെയ്തതാണ്, എനിക്ക് കൈയും കാലമൊക്കെ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. ഓ, ഞാൻ ചോദിച്ച സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്, നീയൊക്കെ ഒരു വെയിറ്റ് ആണോ, ഞാൻ വേണമെങ്കിൽ നിന്നെ എടുത്തിട്ട് ഈ ലോകം മൊത്തം ചുറ്റും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് വലിയ വീമ്പളൊക്കെ ഇല്ലായിരുന്നോ? അപ്പൊ എനിക്ക് വേദനയൊന്നും തോന്നിയില്ല, ഇപ്പോഴാണ് എനിക്ക് മേലാസകലം വേദനിക്കുന്നത്. എത്രയോ കിലോമീറ്റർ ഞാൻ ഉറങ്ങാതെയൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും വരാത്ത വേദന എനിക്കിപ്പോ നിന്നെ തൂക്കിയെടുത്തപ്പോ വേദന വന്നു. നീ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. എന്താ പറഞ്ഞതെന്ന് വെച്ചുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ നമ്മുടെ രേവതി. ഒരു വെയിങ് മെഷീൻ മേടിച്ചു വെക്കണം, എന്നിട്ട് അതിനകത്ത് തൂക്കം നോക്കണം. അത് കഴിഞ്ഞ ശേഷം നീ കുറച്ച് ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതി. നിങ്ങൾ എന്താ ഇഡ്ഡലി മാതിരി മെലിഞ്ഞിട്ടാണോ ഉള്ളതെന്നുള്ള കാര്യം ചോദിക്കാണ് നമ്മുടെ രേവതി. ഇഡ്ഡലിയോ? അതാ ഇംഗ്ലീഷ് പടത്തിലൊക്കെ വന്നിട്ട് അടിയുണ്ടാക്കില്ലേ അവൻ തന്നെ. അയ്യോ, അത് ജെറ്റ്ലി എന്ന് പറയടേ സച്ചി. ആ ശരി, എന്തെങ്കിലും ഒന്ന്. നിങ്ങളെന്താ അങ്ങനെയാണുള്ളത്? നിങ്ങളെ എന്നേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട്. നിങ്ങളെയൊന്നും ഒരിക്കലും 2 പേര് വന്നാൽ പോലും തൂക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എന്നെ പോലെ ഒന്നും അല്ല. നിങ്ങൾ എന്താ പറഞ്ഞത്, കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഞാനെന്താ നിങ്ങളെ പോലെ ചുമ്മാ ഇരിക്കുകയാണെന്നോ വിചാരിച്ച് ഭക്ഷണം കഴിച്ചിട്ട്? രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യുന്നു. ഓഹോ എന്ന് സച്ചി പറയുമ്പോ, പിന്നല്ലാതെ ഈ വീട്ടിലെ ജോലിയൊക്കെ ആരാ പിന്നെ ചെയ്യുന്നത്? അതിനൊക്കെ ശമ്പളം തരുവാണെന്നുണ്ടെങ്കിലേ 5 പവന്റെ മാല മേടിച്ചിടായിരുന്നു. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, മീ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയല്ലോ എന്നുള്ള കാര്യം. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നത്, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ പറയാം. പിന്നെ 5 ഐലൻഡ് അരി മേടിച്ച് കഴിക്കും, എന്നിട്ട് 5 പവന്റെ മാല മേടിക്കുന്നതൊക്കെ ഇങ്ങനെ പിറുപിറുക്കുന്ന സമയത്ത്, എന്താ നിങ്ങൾ പിറുപിറുക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. എൻ്റെ വേദന ഞാൻ പിറുപിറുക്കും. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ്? എന്നെ തൂക്കിയെടുത്തുകൊണ്ടല്ലേ നിങ്ങളുടെ കൈയും കാലമൊക്കെ വേദനിക്കുന്നത്? എന്നിട്ട് നേരെ പോയിട്ട് ബാമ എടുക്കുകയാണ് കേട്ടോ. നീങ്ങിരിക്കുന്നു പറഞ്ഞിട്ട് തള്ളു കൊടുക്കുന്നുണ്ട്. അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് സച്ചി. അങ്ങനെ ബാമ തേക്കാൻ വേണ്ടി പോകുമ്പോൾ, ഞാൻ തേച്ചോളാം എന്ന് സച്ചി പറയുന്നുണ്ട്. വേണ്ട, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് വേദന വന്നത്, ഞാൻ തന്നെ തേച്ചു വിടാം. അങ്ങനെ കയ്യിൽ ബാമ തേച്ചു കൊടുക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ എന്നൊക്കെ പറയാണ് സച്ചി. ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് 2 കൈക്കും ബാമൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് കാല് കാണിക്കാൻ വേണ്ടി പറയണേ. അപ്പൊ കാല് നേരെ ഇങ്ങനെ രേവതിയുടെ മുഖത്തിന്റെ ആ ഭാഗത്തായിട്ട് പിടിക്കുന്നുണ്ട്. കയറ്റിയിട്ട് എന്റെ തലയിൽ വെക്ക്, എന്റെ മടി കയറ്റി വെക്കിന്ന് പറഞ്ഞിട്ട് കാലൊക്കെ എടുത്തിട്ട് ഒറ്റ വെപ്പാണ് കേട്ടോ നമ്മുടെ രേവതി. അങ്ങനെ കാലും തേച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴും മെല്ലെ മെല്ലെ എന്നൊക്കെ പറയാണ് കേട്ടോ സച്ചി. അത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തിരിഞ്ഞു കിടക്കാൻ വേണ്ടി പറയണേ. ഞാനിപ്പോ ഇങ്ങനെയല്ലേ കിടക്കുന്നത്, ഇനിയിപ്പോ എണീറ്റിട്ട് തിരിഞ്ഞും കിടക്കണോ? അയ്യോ, കമിഴ്ന്ന് കിടക്കാൻ വേണ്ടി പറയണേ. ഓ അങ്ങനെയല്ലേ. അങ്ങനെ കമിഴ്ന്ന് കിടന്നതിന് ശേഷം കഴുത്തിന്റെ അവിടെയൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. തേച്ചതിന് ശേഷം നമ്മുടെ രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നത്, നിന്നെ എടുത്തു പോകുന്നതിനേക്കാളും വേദനയാണ് ഇപ്പൊ നീ തേച്ച് മിനുക്കുന്ന സമയത്ത്. അയ്യോ, ഇതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ശരി, ഇതിന് മറ്റൊരു വഴിയുണ്ട്. ഞാനേ കയറി നിന്നിട്ട് മുതുകിന് ചവിട്ടി തിരുമ്മി തരാം, അപ്പം വേദന പോയിക്കോളെന്ന് പറയുമ്പോഴേക്കും ഞെട്ടി അങ്ങ് സച്ചി എണീക്കാണ് കേട്ടോ. എന്റെ ജീവൻ പോവോന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ വേദന പോവും സച്ചിയേട്ടാ. നിന്നെ എടുത്ത് നടന്നതുകൊണ്ടാണ് എനിക്ക് വേദന വന്നത്. ഇനിയിപ്പൊ നീ എന്റെ നെഞ്ചത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഉയരെ പോകുന്ന തോന്നുന്നത്. നിങ്ങൾ എന്താ സച്ചിയേട്ടാ എപ്പോ നോക്കിയാലും ഇങ്ങനെ അപശകനമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നല്ലത് വിചാരിച്ച് നല്ലത് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ലത് മാത്രം നടക്കും. ഞാനിവിടെ വേദനിച്ച് കിടക്കുന്ന സമയത്ത് നീ എന്താ തത്തും പറയാണോ? വേദന പോവാനാ പറഞ്ഞത്. ശരി, നിങ്ങൾ അങ്ങനെ തന്നെ കിടക്ക്. അങ്ങനെ രേവതി കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും ഒന്നുകൂടി സച്ചി പറയുന്നുണ്ട്, എന്റെ എല്ലൊന്നും ഒടിച്ചു കളയരുത് എന്നുള്ള കാര്യം. നിങ്ങളുടെ എല്ലാം ഒടിച്ചിട്ട് എന്താ, ഞാൻ സൂപ്പ് വയ്ക്കാൻ വേണ്ടി പോവാണോ? സംസാരിക്കാതെ തിരിഞ്ഞു കിടക്ക്. അങ്ങനെ രേവതി കയറുന്നതിന് മുമ്പ് തന്നെ മെല്ലെ നോക്കി എന്നൊക്കെ പറയാണേ. അങ്ങനെ പതിയെ പതിയെ ഇത് കയറിയിട്ട് ഇങ്ങനെ ചവിട്ടുന്നുണ്ട് കേട്ടോ, കാല് വെച്ചിട്ട് ഇങ്ങനെ തിരുമുന്ന രീതിയിൽ. അപ്പം മെല്ലെ മെല്ലെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സച്ചിക്ക് ഇങ്ങനെ സുഖമായിട്ടുള്ള ഇങ്ങനെ കാര്യം തോന്നുകയാണ്. ഹായ്, നല്ല സുഖമുണ്ടെന്നൊക്കെ പറയുകയാണെ. അങ്ങനെ പെട്ടെന്ന് ചവിട്ടുമ്പോഴൊക്കെ വേദന ഉണ്ട് കേട്ടോ. നോക്കി നോക്കി എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് വേദനയും മാറണം, ഒന്നും ചെയ്യാനും പാടില്ല എന്ന് വെച്ചാൽ എങ്ങനെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ കാറിനകത്തായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്, ഇപ്പം എൻ്റെ മേലെ കാറ് കയറിയ പോലെ ഉണ്ട്. കളിയാക്കാണല്ലേ?
ശരിയാക്കി തരാന്നുള്ള രീതിയിൽ ഒരു ചവിട്ടം കൊടുക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞ് കരയാണേ. അങ്ങനെ ഒരു കാല് വെച്ച് തിരുമ്പി പിന്നെ രേവതി 2 കാലും കൊണ്ട് മേലെ കയറി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അമ്മാന്ന് തന്നെ ഒറ്റ വിളിയാണ്. ഈ വിളി നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ട് കേട്ടോ. അല്ല, സച്ചി എന്ന് തന്നെ പതിവില്ലാത്ത പോലെ വിളിക്കുന്നത്, അതും ഇത്ര സ്നേഹത്തോടു കൂടി. അങ്ങനെ വീണ്ടും അമ്മ എന്ന് തന്നെ വിളിക്കുകയാണേ. എന്താന്ന് ഇങ്ങനെ ചോദിച്ചും കൊണ്ട് നേരെ ചന്ദ്രമന്തി പോയിട്ട് റൂമിന്റെ ഡോർ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിന്റെ മേലെ കയറിയും കണ്ട് രേവതി നിൽക്കുന്ന രംഗമാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ആകെ കണ്ണു തുറച്ച് നോക്കുമ്പോഴേക്കും രേവതി ആണെങ്കിൽ ബെഡിലേക്ക് ഒരൊറ്റ വീഴ്ച വീഴാണ്. എന്താടേ ഇത്, നീ എന്താ അവനെ കയറി മെതിച്ചോണ്ടിരിക്കുന്നത്? അതമ്മേ, സച്ചേട്ടന് മേലും കൈയൊക്കെ വേദനയാവുണ്ടെന്ന് പറഞ്ഞു. അമ്മേ, മേലാസകനും ഭയങ്കര വേദന, അതുകൊണ്ടാണ് അവള് തിരുമ്മി തരുന്നത്. എടാ, വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലല്ലേ പോകേണ്ടത്, അല്ലെങ്കിൽ ഇവള് മെതിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? ഏതവൾക്കെങ്കിലും കയറി മെതിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ മക്കളെ പെറ്റു വളർത്തിയത്? ഇവനാണെന്നുണ്ടെങ്കിൽ അതിന് അനുവദിച്ചും കൊടുക്കുന്നു. അങ്ങനെ ചന്ദ്രമതി പോയി കഴിഞ്ഞ ശേഷം സച്ചി പറയുന്നുണ്ട് കേട്ടോ, കതക് നന്നായിട്ട് അടയ്ക്കണ്ടേ എന്നുള്ള കാര്യം. ഞാൻ അടച്ചിരുന്നു, കാറ്റിന് തുറന്നാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേദന മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിരുമ്മി തന്നു കഴിഞ്ഞാലും അതിനും എന്നെ തെറി വിളിച്ചോണ്ട് പോവാണ്. അത് നീ വിട്ടേക്ക്, ഇതൊക്കെ പുതിയതായിട്ട് നീ കേൾക്കണോ എന്നും പറയുന്നത്. അതൊക്കെ വിട്, നീ നന്നായിട്ട് വന്നിട്ട് തിരുമിത്ത. തുടർന്ന് ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഇവൻ വീടിന് പുറത്ത് വലിയ വീരശൂര പരാക്രമിക്കാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോ നീ എന്താ ചന്ദ്രയെ പെറുപെറുക്കുന്നത്? നിങ്ങൾ അവിടെ നടക്കുന്ന കൂത്ത് വല്ലതും കാണുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എവിടെയെന്ന് ചോദിക്കണേ. അതാണ് സച്ചിയുടെ റൂമില് തങ്കപ്പെട്ട മരുമകളാണെന്നും കുടുംബത്തിന് അടങ്ങി ഒതുങ്ങ അച്ചടക്കമുള്ള മരുമകളാണെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അവിടെ ചെന്നൊന്ന് നോക്ക്, അവൾ എങ്ങനെയാണ് അവനെ ഇട്ട് മെതിക്കുന്നത് എന്നുള്ള കാര്യം. മെതിക്കേ? അതെ, അവനെന്താ നടുവേദന എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് അവൾ അവന്റെ നെഞ്ചത്ത് കയറിങ്ങാണ്ട് മെതിക്കാണെന്നൊക്കെ പറയും. ഓ, അത്രയല്ലേ ഉള്ളൂ? അത് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? പണ്ട് എനിക്ക് എന്തോരം മുതുവേദന വന്നിട്ടുണ്ട്, പക്ഷെ നീ അങ്ങനെ കയറിയില്ലല്ലോ. ഓ, ഇപ്പൊ അങ്ങനെയായോ? വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കിടന്നോ, ഞാൻ കയറി മെതിച്ചരാം. എന്തിന്? ഇപ്പോഴല്ലേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത്, വീണ്ടും പോയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ആദ്യം നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് ആ റൂമിൽ പോയിട്ട് നോക്കാൻ വേണ്ടിയിട്ട്? അയ്യോ, എനിക്കെന്താ വേറെ പണിയൊന്നും ഇല്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അവിടെ പോയി നോക്കുന്നതാണല്ലോ എന്റെ പണി. അമ്മ എന്നൊരു വിളി കേട്ടു, അതുകൊണ്ട് ഞാൻ പോയി നോക്കിയതാണ്. അവൻ വേദനയില് കരഞ്ഞതായിരിക്കും. അതെ, എന്ത് വേദനയാണെങ്കിലും ഇങ്ങനെയുണ്ട് ഒരു കരച്ചില്. ഭാര്യയെ മേരി കയറി ഇരുന്നും കണ്ട് മെതിക്കാൻ പറയുന്നത്. അവളാണെന്നുണ്ടെങ്കിൽ കിട്ടിയ ചാൻസ് അല്ലേ, അവള് നന്നായിട്ട് ചവിട്ടി മെതിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങനെ പലതും ഉണ്ടാവും. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ ആൺപിള്ളേരെയാണ് പെറ്റ് വളർത്തിയതെങ്കിലും അവർക്ക് ഒരു ഭാര്യ എന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമാണ്. ഇത് ഏത് നാട്ടിലെ കാര്യമാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, നമ്മുടെ കല്യാണമായതിനു ശേഷം എന്റെ അമ്മ എന്റെ കൂടെയാണോ ഉള്ളത്? നമ്മളെ തനിയെ വിട്ടില്ലേ? അവരാണെങ്കിൽ ഗ്രാമത്തിലാണോ ഉള്ളത്? അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പൊ എന്താ, നിങ്ങളുടെ അമ്മയെ പോലെ ഞാനും ഏതെങ്കിലും ഗ്രാമത്തിൽ പോയിട്ട് ഇരിക്കണോ? പോകാൻ പറഞ്ഞാൽ എന്താ, നീ പോവോ? ഇതൊന്നും കണ്ടും കാണാതെ നടന്നാൽ മാത്രം മതി. അതാണ് കുടുംബത്തിന് നല്ലത്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കെന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രവി പോയി കഴിഞ്ഞതിന് ശേഷം ഈ ശ്രീകാന്തിന്റെ വിഷയത്തില് സച്ചി ദേവതിയുടെ അടുത്ത് ദേഷ്യാണെന്ന് വിചാരിച്ച ഇപ്പൊ അപ്പോഴേക്കും അവര് രണ്ടുപേരും സെറ്റായോ? അങ്ങനെ ഇവള് എന്ത് മന്ത്രാണാവോ അവന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ആകെ കലിപ്പിൽ നിൽക്കാനുണ്ടോ ചന്ദ്രമതി. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്